ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ്. അപ്പം ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പ്രീമിയം കാറുകളുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയിട്ടുള്ള 2-3 പ്രീമിയം കാറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. പറഞ്ഞ പോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഏകദേശം 5 പ്രീമിയം വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ BMW 320 ആണ്. 2010 മോഡൽ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോഡി ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2010 മോഡലാണ്. MH രജിസ്ട്രേഷനിലാണ് വണ്ടി വരുന്നത്. നമുക്ക് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് NOC കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും. പെട്രോൾ വണ്ടിയാണ്. ലക്ഷറി ലൈനാണ്. അതുകൊണ്ട് തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ കാണുന്ന ഇതാണ്. സീറ്റ് കാര്യങ്ങളൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബോഡി ആണെങ്കിലും അത്യാവശ്യം സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും അലമ്പോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് വെറും 4,50,000 രൂപ മാത്രമാണ് കേട്ടോ. NOCയിലുള്ള പ്രൈസാണ്. NOC അടക്കം നമുക്ക് ഏകദേശം 4,50,000 രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. അതിലും ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ബെൻസാണ്. മെർസിഡീസ് ബെൻസിൻ്റെ C200 ആണ്. 2009 മോഡൽ വണ്ടിയാണ്. 5 വർഷത്തേക്ക് പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇവിടെ മലപ്പുറം കൊണ്ടോട്ടിയിലോട്ട് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. 5 വർഷത്തേക്ക് നിങ്ങൾക്ക് പേപ്പർ സൈഡ് ഒന്നും നോക്കാനില്ല. വണ്ടിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് കളറാണ്. ഇതിൽ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയി കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് 5,25,000 ആണ്. ഇൻറ്റീരിയർ കണ്ടല്ലോ, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ബോഡി ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. ബെൻസ് C200 ആണ്. പെട്രോൾ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ C ക്ലാസ് ആണ്. 2011 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. 11 ലാസ്റ്റാണ്. 2011 ലാസ്റ്റ് C250 ഡീസൽ വണ്ടി. ഇതും തിരക്കേടില്ലാത്ത മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. ഒരു 10 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് C250. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പാണ്. ഇതും കേരള നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷനാണ്. പാനറമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് വെറും 7,75,000 രൂപയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ലോൺ സൗകര്യം ഉണ്ട്. നമുക്കൊരു 2-2.5 ലക്ഷം രൂപയുടെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ C ക്ലാസ് ആണ്. C220 ആണ്. ഇത് MH അല്ല, HR രജിസ്ട്രേഷനാണ് വരുന്നത്. C220 2013 മോഡൽ വണ്ടി. ഇതും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇൻറ്റീരിയർ ഒരു ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. മറ്റേ വണ്ടിയുടെ ഒരു പീച്ച് കളറാണ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും ഇൻറ്റീരിയർ ക്വാളിറ്റിയും മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് വെറും 7,90,000 രൂപ കേട്ടോ. NOCയിലാണ് ഈ റേറ്റ്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. പുതിയൊരു ഷേപ്പിൽ കാര്യങ്ങൾ 2014-15 വരെ ഈ ഷേപ്പിൽ വരുന്നുണ്ട് വണ്ടി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മോഡലൊന്നും ഔട്ട് ആവാത്തൊരു മോഡലാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു വണ്ടിയും കൂടിയാണ്. അടുത്ത വണ്ടിയാണ് നമുക്ക് Audi Q5 ആണ്. 2011 മോഡൽ Q5 ആണ് വരുന്നത്. ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പാണ്. 1,25,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 7,50,000 രൂപയാണ്. ഇത് പാനറമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. Q5 2011. വണ്ടിയുടെ പ്രൈസ് കേട്ടല്ലോ 7,50,000 രൂപ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയുള്ള വണ്ടികൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.